ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 40 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ഇഹ ച സന്ധ്യനിമിത്ത ശതാനിരേ കടകസീമനി തദോ ലഘുഗമ്യതാം ഇതി ച തന്വജസാവൃജനായകോ ഭവതപായഭിയാദ്രുതമായയൗ. അന്വയം അർത്ഥം. ഇഹ ച ഗോകുലത്തിൽ, ഹേ കടകസിമനി അങ്ങയുടെ വാസസ്ഥലത്തെ, അനിമിത്ത ശതാനി അനേകം അപകടങ്ങൾക്കുള്ള അവസരങ്ങൾ, സന്ധി ഉണ്ട്, തഥ അതിനാൽ, ലഘുഗമ്യതാം വളരെ വേഗത്തിൽ പോയാലും, ഇതി എന്നിപ്രകാരം, ത്വദ്വചസ വസുദേവവാക്യ ശ്രവണത്താൽ വൃജനായക നന്ദഗോപൻ, ഭവതപായഭിയ അങ്ങയ്ക്ക് അപകടമുണ്ടാകുമെന്നു ഭയത്താൽ, ദ്രുതം വളരെ വേഗത്തിൽ ആയയു മടങ്ങിയെത്തി. ഹരിവു. സാരം. കംസന്റെ അനുചരന്മാരുടെ ക്രൂര പ്രവർത്തികൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഗോകുലത്തിൽ പല ദുർനിമിത്തങ്ങളും ഉള്ളത് ചൂണ്ടിക്കാട്ടി ഉടൻ തന്നെ പുത്രനെ വേണ്ട പോലെ കാത്തുരക്ഷിക്കുന്നതിന് സ്വവസതിയിലേക്ക് പോകണമെന്നുള്ള വസുദേവ നിർദ്ദേശം കേട്ട് നന്ദഗോപൻ വേഗം തന്നെ ഗോകുലത്തിലേക്ക് മടങ്ങി. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. അവസരേ ഖലു തത്ര ജകാജന വൃജപദേ മധുരാകൃതിരംഗന തരളഷൺപദലാളിത കുണ്ടല കപടപോദകതേ നീടകദാം. അന്വയം അർത്ഥം. തത്ര അവസരേച്ച അവസരത്തിൽ തന്നെ, വൃജപദേ ഗോകുലത്തിൽ, മധുരാകൃതി മനോഹര രൂപമുള്ളവളും, തരള ഷഡ്പദ ലാളിത കുന്തളാം ഇളകി പറന്നെത്തിയ വണ്ടുകളാൽ ലാളിക്കപ്പെട്ട കുന്തളത്തോടു കൂടിയവളുമായ, കാച്ചിൽ അങ്കന ഒരു സ്ത്രീ, കപടപോതക മായ കൊണ്ട് കുഞ്ഞായി ചമഞ്ഞവനെ, തേ നികടം അങ്ങയുടെ അടുക്കൽ, ഗദാഖലു വന്നു ചേർന്നല്ലോ. ഹൈവു. സാരം. നന്ദഗോപൻ മധുരയിൽ നിന്ന് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അതിമനോഹാരിണിയായി ചമഞ്ഞ പൂതന ഗോകുലത്തിൽ ശ്രീകൃഷ്ണ സന്നിധിയിൽ എത്തിച്ചേർന്നു. ഹരിവു.